അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ ഇനിയും തീരത്തടിയുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചതായി മന്ത്രി കെ രാജൻ. കണ്ടെയ്നറുകളിൽ നിന്ന് 200 മീറ്ററെങ്കിലും അകലം ജനങ്ങൾ പാലിക്കണം. കേരള തീരത്ത് ഇതുവരെ എണ്ണ എത്തിയിട്ടില്ല. പൊഴികളിലും അഴികളിലും ഓയിൽ ബൂം സ്ഥാപിച്ച് ഓയിൽ തീരത്തേക്ക് വരുന്നത് തടയാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 33 കണ്ടെയ്നറുകളിൽ 29 എണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത്. 2 എണ്ണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 2 എണ്ണം ആലപ്പുഴയിലും. ഇങ്ങനെ 33 കണ്ടെയ്നറുകളാണ് തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത്. കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് തരികളുള്ള നർഡിൽ പാക്കറ്റുകളാണ്. അതിപ്പോൾ കണ്ടെയ്നർ തകർന്നതിൻ്റെ ഭാഗമായി, അകത്തു വെച്ച് തകർന്നതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നതായിരിക്കും. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. തീരദേശ മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ പ്രത്യേകമായിട്ടുള്ള യോഗം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത് ചേർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത്. ഏറ്റവും ചുരുങ്ങിയത് 200 മീറ്ററെങ്കിലും അപ്പുറത്ത് നിൽക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം.